എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവസഭ അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന വിഷയം സംബന്ധിച്ചുള്ള ഒരു ആഴമായ പഠനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങൾ വായിച്ച് അതിൻ്റെ വിശദീകരണം പറഞ്ഞു. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ പ്രാർത്ഥനയോടെ എന്നോടൊപ്പം ആയിരിക്കുക. ഇന്നത്തെ കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണ്. പാസ്റ്റർമാർ തന്നെത്താൻ പുകഴ്ത്തുന്നവരും തന്നെത്താൻ ഉന്നതരായി കാണുന്നവരുമാണ്. അവർ ഏതെങ്കിലും സഭകളിൽ അല്ലെങ്കിൽ ഫംഗ്ഷനിൽ പോവുകയാണെങ്കിൽ അവരെ ആദരിക്കണം. മറ്റുള്ളവരെക്കാൾ ഉന്നതമായ സ്ഥാനം അവർക്ക് വേണം. അവരെ ഉന്നത സ്ഥാനത്തിരുത്തണം. എന്നാൽ അവരോ തന്നോടൊപ്പമുള്ള സഹഭൃത്യന്മാരെ പോലും ഹീനമായി കാണുന്നു. അപ്പോൾ പിന്നെ അവരുടെ വിശ്വാസികളുടെ കാര്യം പറയാനുണ്ടോ? ഒരു വചനം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിലുണ്ടായി. അവനോ അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു. അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികൾ എന്ന് പറയുന്നു. നിങ്ങളോ അങ്ങനെയല്ല. നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷകനെ പോലെയും ആകട്ടെ. ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിന് ഇരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു. ഈ വചനങ്ങളും കഴിഞ്ഞ എപ്പിസോഡിൽ വായിച്ച വചനവുമായി ആശയപരമായി പൊരുത്തമുണ്ടെങ്കിലും സന്ദർഭം വേറെയാണ്. ഇത് അന്ത്യ അത്താഴത്തിൻ്റെ സമയത്ത് സംഭവിച്ച സംഭവമാണ്. യേശു തൻ്റെ കഷ്ടപ്പാടും ക്രൂശുമരണത്തെക്കുറിച്ചും സംസാരിക്കുന്ന അതേ സമയത്ത് ശിഷ്യന്മാർ തമ്മിൽ ഞങ്ങളിൽ ആർ ഏറ്റവും വലിയവൻ എന്ന വാദം ഉയരുന്നു. ഇത് മനുഷ്യഹൃദയത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ വെളിപ്പെടുത്തുന്നു. അവരിൽ ആരെ ഏറ്റവും വലിയവനെന്ന് കരുതേണ്ടതെന്ന് അവർ തമ്മിൽ വാദമുണ്ടായി. ഇതിനർത്ഥം 2 കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, യേശുവിൻ്റെ അടുത്ത് ഇരിക്കുന്നവർക്കും അഹങ്കാരം കടന്നു വരാം. രണ്ടാമതായിട്ട്, ആത്മീയ അന്തരീക്ഷത്തിലും ലോകചിന്ത കടന്നു വരുന്നുവെന്ന തെളിവുണ്ട് ഇതിനകത്ത്. അവരോട് യേശു പറഞ്ഞു, ജാതികളുടെ രാജാക്കന്മാർ അവരെ ആധിപത്യം ചെയ്യുന്നു. അവരെ അധികാരിക്കുന്നവർ ഉപകാരികൾ എന്ന് വിളിക്കപ്പെടുന്നു. ലോകത്തിൻ്റെ നേതൃത്വ രീതി അധികാരം, ഭരണം, നിയന്ത്രണം ഇതാണ്. ഉപകാരികൾ എന്ന് വിളിക്കപ്പെടുന്നു പേരിനു വേണ്ടി. യാഥാർത്ഥ്യം വേറെയാണ്. യേശു ഇവിടെ ലോക മാതൃക വെളിപ്പെടുത്തുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങളുടെ ഇടയിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെ ആയിരിക്കട്ടെ. നേതാവ് ശുശ്രൂഷിക്കുന്നവനെ പോലെ ആയിരിക്കട്ടെ. ഇത് സഭയുമായുള്ള ബന്ധത്തിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കരുത്. സഭയിലെ അധികാരവാദം നിരോധനം. ചെറുപ്പനായവൻ, അതായത് വിനയം, അധീനത, പഠിക്കാനുള്ള മനസ്സ്. നേതാവെന്ന് പറയുന്നതോ ശുശ്രൂഷകൻ. ഇത് പദവിയല്ല, സേവനമാണ്.
സേവനമാണ് അടയാളം. ലൂക്കോസ് 22:27 നോക്കുകയാണെങ്കിൽ, ആരാണ് വലിയവൻ? മേശക്കരികിൽ ഇരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? മേശക്കരികിൽ ഇരിക്കുന്നവനല്ലേ? എങ്കിലും ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനായി ഇരിക്കുന്നു. ലോകം പറയുന്നത് മേശക്കരിയിൽ ഇരിക്കുന്നവൻ വലിയവൻ. യേശു ചെയ്തത് ശുശ്രൂഷിക്കുന്നവൻ്റെ സ്ഥാനം സ്വീകരിച്ചു. കാൽ കഴുകിയ യേശു, ക്രൂശിലേക്ക് നടന്ന ദാസൻ. ഇന്നത്തെ സഭയോട് അനുബന്ധിച്ച് ഉള്ള പ്രയോഗം നോക്കുകയാണെങ്കിൽ, സഭാ നേതൃത്വം അധികാരമല്ല, അതൊരു ഉത്തരവാദിത്വമാണ്. ശുശ്രൂഷ കൈയടിക്കലല്ല, കുരിശാണ്. മഹത്വം മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്ന്. യേശുവിനെ അനുഗമിക്കുന്നവർ ദാസഹൃദയമുള്ളവർ ആയിരിക്കണം. ലൂക്കോസ് 22:24 മുതൽ 27 വരെ പഠിപ്പിക്കുന്നത് ലോകത്തിൻ്റെ മഹത്വ വഴി ഭരണം, യേശുവിൻ്റെ മഹത്വ വഴി ശുശ്രൂഷ. ലോകം ചോദിക്കുന്നു, ആരാണ് വലിയവൻ? യേശു ഉത്തരം നൽകുന്നു, സേവിക്കുന്നവൻ. അപ്പോസ്തല പ്രവർത്തികൾ നിന്ന് 3 വാക്യം വായിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 1:1 മുതൽ 3 വാക്യം വരെ. തെയോഫിലോസേ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ബാക്കി 1 നോക്കുകയാണെങ്കിൽ, ലൂക്കോസ് എഴുതിയ ആദ്യ ഗ്രന്ഥം ലൂക്കോസിൻ്റെ സുവിശേഷം ഇവിടെ പരാമർശിക്കുന്നു. യേശു ചെയ്തതും പഠിപ്പിച്ചതും എല്ലാം തുടക്കം മുതൽ രേഖപ്പെടുത്തിയതായി ലൂക്കോസ് പറയുന്നു. ക്രിസ്തീയ വിശ്വാസം വാക്കുകളിൽ മാത്രമല്ല, ജീവിതത്തിലൂടെ പ്രകടമായ പ്രവർത്തനവും ഉപദേശവും ചേർന്നതാണ് എന്നതാണ് ഇതിൻ്റെ പ്രധാന ഭാഗം. വാക്യം 2 നോക്കുകയാണെങ്കിൽ, യേശു സ്വർഗാരോഹണം ചെയ്തതിന് മുമ്പ് പരിശുദ്ധാത്മാവിലൂടെ തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് കൽപ്പനകൾ നൽകി. സഭയുടെ ആരംഭം മനുഷ്യബുദ്ധിയിൽ നിന്നല്ല, പരിശുദ്ധാത്മാവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ്. അപ്പോസ്തലന്മാർക്ക് നൽകിയ ദൗത്യം ദൈവിക അധികാരമുള്ളതാണ്. വാക്യം 3 നോക്കുകയാണെങ്കിൽ, യേശു തൻ്റെ പീഡാനന്തരത്തിൽ അനവധി ഉറപ്പായ തെളിവുകളോടെ, അതായത് മെനി കൺവിൻസിങ് പ്രൂഫ്സ്, അപ്പോസ്തലന്മാർക്ക് ജീവിച്ചിരിക്കുന്നതായി പ്രത്യക്ഷപ്പെട്ടു. 40 ദിവസങ്ങൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ദൈവരാജ്യത്തെക്കുറിച്ച് ഉപദേശിച്ചു. ഈ ഉയർത്തെഴുന്നേൽപ്പ് ഒരു ആശയമല്ല, ചരിത്ര സത്യം ആണെന്ന് ഉറപ്പിക്കുന്നു. ദൈവരാജ്യം ഭൂമിയിലെ രാഷ്ട്രീയ രാജ്യമല്ല. ദൈവത്തിൻ്റെ ആധിപത്യം, നീതി, ജീവൻ, രക്ഷ എന്നിവ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കുന്ന രാജ്യമാണെന്ന് യേശു പഠിപ്പിച്ചു. ഇതിൻ്റെ ആത്മീയ സന്ദേശം നോക്കുകയാണെങ്കിൽ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഉറപ്പായ സത്യമാണ്. സഭയുടെ ദൗത്യം പരിശുദ്ധാത്മാവിൻ്റെ നേതൃത്വത്തിൽ ലോകത്തോട് സാക്ഷ്യം വഹിക്കുക. ക്രിസ്തീയ ജീവിതം പഠിപ്പിക്കുന്നതും ജീവിക്കുന്നതും ഒന്നായി വരണം. ഇതിൻ്റെ ചുരുക്കം നോക്കുകയാണെങ്കിൽ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറയും സഭയുടെ ദൗത്യത്തിൻ്റെ തുടക്കവും വ്യക്തമാക്കുന്നു. ജീവിച്ചിരിക്കുന്ന ക്രിസ്തു, ആത്മാവാൽ നയിക്കപ്പെടുന്ന അപ്പോസ്തലന്മാർ, ദൈവരാജ്യത്തിൻ്റെ പ്രഖ്യാപനം. സഭയുടെ അധികാരി യേശുക്രിസ്തുവാണ്. സഭയുടെ കാര്യത്തെപ്പറ്റി യേശു തൻ്റെ ശിഷ്യന്മാരോട്
നിങ്ങൾക്ക് തോന്നിയതുപോലെയൊക്കെ അങ്ങ് നടത്തിക്കോ എന്ന് പറഞ്ഞല്ല പോയത്. പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലന്മാരുടെ കൈകളിൽ സഭയെ ഏൽപ്പിച്ചിട്ടാണ് യേശു പോയത്. അതുമാത്രമല്ല, വേണ്ടതായ എല്ലാ ഗൈഡൻസും ഉപദേശവും കൊടുത്തിട്ടാണ് പോയത്. ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.